ലോകത്തിൻ്റെ ഭൂപടം തുറന്നു നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു കടൽപ്പാത നമ്മൾ കാണും. അത്രയും ചെറുതാണ് അത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. പക്ഷേ ആ ചെറിയ വഴിയിലൂടെ തന്നെയാണ് ലോകത്തിൻ്റെ സാമ്പത്തികവും രാജ്യങ്ങളുടെ ശക്തിസമത്വവും പോലും നിയന്ത്രിക്കപ്പെടുന്നത്. അതാണ് ഹോർമോസ് കടലിടുക്ക്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ഈ കടലിടുക്ക് ഒരു ദിവസം അടഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? പെട്രോൾ വിലകൾ ആകാശത്തേക്ക് ഉയരും, എണ്ണയുടെ വിതരണം തകരും, ലോക മാർക്കറ്റുകൾ അസ്ഥിരമാകും. അതിലും ഭയപ്പെടുത്തുന്ന കാര്യം, ഒരു വലിയ യുദ്ധത്തിന് തുടക്കം കുറിക്കാൻ പോലും ഈ ചെറിയ കടൽപാത കാരണമാകാം. ഇന്ന് നാം ഈ വീഡിയോയിൽ വളരെ ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ഹോർമോസ് കടലിടുക്ക് എന്താണ്, എന്തുകൊണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് സ്ഥലങ്ങളിൽ ഒന്നാണ്, അതിൻ്റെ ചരിത്രം എന്താണ്, പിന്നെ ഇന്നത്തെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിൽ ഇതിൻ്റെ പങ്ക് എത്രത്തോളം നിർണായകമാണ് എന്നതും ആണ്. ഹോർമോസ് കടലിടുക്ക് എന്നത് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇടുങ്ങിയ കടൽപാതയാണ്. ഭൂപ്രദേശപരമായി ഇത് വളരെ ചെറുതാണ്. ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ വീതി വെറും 33 കിലോമീറ്ററാണ്. എന്നാൽ കപ്പലുകൾ സഞ്ചരിക്കാൻ കഴിയുന്ന വഴികൾ അതിലും കുറവാണ്. കാരണം നാവിഗേഷൻ ചാനലുകൾ വളരെ കൃത്യമായി നിർവചിച്ചിട്ടുള്ളതാണ്. ഈ കടലിടുക്കിൻ്റെ വടക്ക് ഭാഗത്ത് ഇറാനും തെക്ക് ഭാഗത്ത് ഒമാനും UAEയും സ്ഥിതി ചെയ്യുന്നു. ഈ ഭൂമിശാസ്ത്ര സ്ഥാനം തന്നെ ഇതിനെ വളരെ സങ്കീർണവും അതേസമയം വളരെ നിർണായകവുമാക്കുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു സാധാരണ കടൽപാത പോലെ തോന്നാമെങ്കിലും ദിവസേന ലോകത്തിലെ കോടിക്കണക്കിന് ബാരൽ എണ്ണ ഈ വഴിയിലൂടെ കടന്നുപോകുന്നു. ഇത് സാധാരണ ട്രേഡ് റൂട്ടല്ല, ലോകത്തിൻ്റെ ഊർജ വിതരണ നിയന്ത്രിക്കുന്ന ഒരു ചെക്ക് പോയിന്റാണ് ഇത്. അതായത് ഈ ഒരു ഇടുങ്ങിയ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ ആഘാതം ലോകമെമ്പാടും അനുഭവപ്പെടും. ഹോർമോസ് കടലിടുക്കിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ ലോകത്തിൻ്റെ എണ്ണ ആശ്രയത്തെ മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിൻ്റെ വലിയൊരു ഭാഗം ഊർജത്തിനായി എണ്ണയെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരാണ്. സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത് ഈ ഹോർമോസ് കടലിടുക്ക് വഴിയാണ്. അതിനാൽ തന്നെ ഈ കടലിടുക്ക് ഒരു എനർജി ആർട്ടറിയായി കാണപ്പെടുന്നു. ഏഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും ഈ വഴിയിലൂടെ വരുന്ന എണ്ണയെ വളരെ കൂടുതലായി ആശ്രയിച്ചിരിക്കുന്നു. ജപ്പാനും ദക്ഷിണ കൊറിയയും ഇതിൽ നിന്നും വലിയ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. അതിനാൽ തന്നെ ഈ കടലിടുക്കിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ടായാലും അതിൻ്റെ ആഘാതം ഏഷ്യൻ സാമ്പത്തികങ്ങളിൽ ഉടൻ തന്നെ പ്രതിഫലിക്കും. പകരം മാർഗങ്ങൾ ഉണ്ടെങ്കിലും അവ പരിമിതമാണ്. ചില പൈപ്പ് ലൈൻ മാർഗങ്ങൾ ഉപയോഗിച്ച് എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയുമെങ്കിലും അവയ്ക്ക് ഈ കടലിടുക്ക് കൈകാര്യം ചെയ്യുന്ന അളവിനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹോർമോസ് കടലിടുക്ക് അടഞ്ഞുപോയാൽ ലോകത്തിന് അതിന് പകരം കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. ഹോർമോസ് കടലിടുക്കിൻ്റെ പ്രാധാന്യം ഇന്നത്തെ കാര്യമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഈ പ്രദേശം വ്യാപാരത്തിനും സൈനിക തന്ത്രങ്ങൾക്കും വളരെ പ്രധാനമായിരുന്നു. പുരാതന കാലത്ത് പേർഷ്യൻ സാമ്രാജ്യങ്ങളും അറബ് വ്യാപാരികളും ഈ വഴിയിലൂടെ വ്യാപാരം നടത്തി. പിന്നീട് യൂറോപ്യൻ ശക്തികൾ ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് ഈ കടലിടുക്ക് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അവരുടെ ലക്ഷ്യം ഇന്ത്യയിലേക്കുള്ള കടൽ വ്യാപാരത്തെ നിയന്ത്രിക്കുകയായിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ പ്രദേശത്ത് ശക്തമായ സ്വാധീനം സ്ഥാപിച്ചു. 20-ാം നൂറ്റാണ്ടിൽ എണ്ണ കണ്ടെത്തിയതോടെ ഈ കടലിടുക്കിൻ്റെ പ്രാധാന്യം പൂർണ്ണമായും മാറി. ഇത് ഇനി ഒരു സാധാരണ വ്യാപാര പാതയല്ല, മറിച്ച് ലോക രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമായി മാറിയ കോൾഡ് വാർ കാലഘട്ടത്തിൻ്റെ അമേരിക്ക ഈ പ്രദേശത്തെ തൻ്റെ സ്വാധീനത്തിലാക്കാൻ ശ്രമിച്ചു. കാരണം എനർജി റിസോഴ്സ് നിയന്ത്രിക്കുന്നത് തന്നെ ആഗോള ശക്തി നിയന്ത്രിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ നാം എത്തുന്നത് ഈ കഥയുടെ ഏറ്റവും സങ്കീർണവും അതീവ പ്രാധാന്യവുമായ ഭാഗത്താണ്. ഹോർമോസ് കടലിടുക്ക് ഇന്നൊരു ഭൗമശാസ്ത്ര ഭാഗം മാത്രമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ ആയുധമാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഈ പ്രദേശത്തെ വളരെ കൂടുതൽ സങ്കീർണമാക്കുന്നു. 1979 ഇറാനിയൻ വിപ്ലവം ഈ ബന്ധത്തിൽ ഒരു വലിയ വഴിത്തിരിവായി. അതിനു മുമ്പ് അമേരിക്കയും ഇറാനും തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നുവെങ്കിലും വിപ്ലവത്തിന് ശേഷം ഇറാൻ അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു.
അതിനുശേഷം നിരവധി തവണ ഈ കടലിടുക്ക് സംഘർഷങ്ങളുടെ കേന്ദ്രമായി. 1980കളിൽ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ടാങ്കർ വാർ എന്നറിയപ്പെടുന്ന ഘട്ടത്തിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നു. ഇത് അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റി. അമേരിക്ക നേരിട്ട് ഇടപെടാൻ കാരണമായി. ഇന്നും ഈ സംഘർഷം തുടരുകയാണ്. ഇറാൻ പലപ്പോഴും ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ട്. ഇത് ഒരു സാധാരണ ഭീഷണിയല്ല. ലോകത്തിൻ്റെ എനർജി സപ്ലൈസിനെ നേരിട്ട് ബാധിക്കാൻ കഴിയുന്ന ഒരു ശക്തമായ ജിയോ പൊളിറ്റിക്കൽ ലെവറേജാണ് ഇത്. അതേസമയം അമേരിക്ക ഈ കടലിടുക്ക് അന്താരാഷ്ട്ര ജലപാതമാണെന്ന് വാദിക്കുന്നു. അതിനാൽ എല്ലാ രാജ്യങ്ങൾക്കും ഇതിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നു. ഈ നിലപാട് സംരക്ഷിക്കാൻ അമേരിക്കൻ നാവികസേന ഈ പ്രദേശത്ത് സ്ഥിരമായി സാന്നിധ്യം പുലർത്തുന്നു. ഇന്ന് ഹോർമോസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ജിയോ പൊളിറ്റിക്കൽ ഹോട്ട്സ്പോട്ടാണ്. ഇവിടെ നടക്കുന്ന ചെറിയ സംഭവങ്ങൾ പോലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. എണ്ണ ടാങ്കറുകൾ പിടിച്ചെടുക്കൽ, ഡ്രോൺ ആക്രമണങ്ങൾ, സൈനിക അഭ്യാസങ്ങൾ എന്നിവ ഈ പ്രദേശത്തെ സ്ഥിരമായ സംഘർഷാവസ്ഥയിൽ നിലനിർത്തുന്നു. ലോകം ഇന്ന് പരസ്പരം വളരെ കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനാൽ തന്നെ ഹോർമോസ് കടലിടുക്കുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം യൂറോപ്പിലും ഏഷ്യയിലും അമേരിക്കയിലും ഒരേപോലെ അനുഭവപ്പെടും. ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആയി ഈ കടലിടുക്ക് അടഞ്ഞുപോയാൽ ഈ ലോക സാമ്പത്തികം വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങും. അവസാനമായി നോക്കുമ്പോൾ ഹോർമോസ് കടലിടുക്ക് ഒരു ചെറിയ ഭൂമിശാസ്ത്ര ഭാഗം മാത്രമല്ല, അത് ലോകത്തിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയവും ശക്തി സമത്വവും നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇത് ശാന്തമായിരിക്കുമ്പോൾ ലോകം ശാന്തമാണ്. ഇത് കലങ്ങുമ്പോൾ ലോകം മുഴുവൻ അതിൻ്റെ ആഘാതം അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഹോർമോസ് കടലിടുക്ക് ഒരു കടൽപാതയല്ല, മറിച്ച് ലോകത്തിൻ്റെ പവർ ബാലൻസിൻ്റെ ഹൃദയമാണ്.